നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇപ്പോൾ UAEയിൽ വളരെ ഞെട്ടിക്കുന്നൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം തങ്ങളുടെ തൊട്ടടുത്ത് വരെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം, അതും ഇസ്രായേലിലെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള അയൺ ഡോം പ്രതിരോധ സംവിധാനം അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങളിലേക്ക്. അധികം രാജ്യങ്ങൾ പ്രയോഗിക്കാത്ത ഒരു പ്രതിരോധ മാർഗമാണ് അയൺ ഡോം സാങ്കേതിക വിദ്യ. ചെറിയ പരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺ ഡോം. ജൂതരാഷ്ട്രത്തെ ലക്ഷ്യമാക്കി വരുന്ന ശത്രുക്കളുടെ പല മുനകളും ഒടിക്കുന്നതും അയൺ ഡോമാണ്. ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തോടെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. ഇറാൻ ഉയർത്തുന്ന ഭീഷണി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത് UAEക്ക് നേരെയാണ്. UAEയിലെ US സൈനിക താവളങ്ങളും US കേന്ദ്രങ്ങളും അടക്കം ഇറാൻ ഡ്രോൺ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. നിരവധി ആളുകൾക്കാണ് ഇറാന്റെ ഈ ഒരു ഡ്രോണുകളെ പ്രതിരോധിച്ച സമയത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് UAEയിലും മറ്റുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും പരിക്കേറ്റ വാർത്തകൾ പുറത്തു വന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ആ നിമിഷം മുതൽ തന്നെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇനിയുണ്ടാവുന്ന ആക്രമണങ്ങളെ നേരിടാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ കരുത്തായി ഇസ്രായേലിന്റെ വിഖ്യാത വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം UAEയിൽ വിന്യസിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ ഏറ്റവും കൂടുതൽ മിസൈലുകൾ എത്തിയത് UAEയിലേക്കായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അയൺ ഡോം എത്തുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിലാദ്യമായാണ് ഇസ്രായേൽ തങ്ങളുടെ മണ്ണ് വിട്ട് മറ്റൊരു രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി അയൺ ഡോം ബാറ്ററികളും സൈനികരെയും വിട്ടു നൽകുന്നത്. US ഇറാൻ സംഘർഷം മുറുകുന്നതിനിടെ പുറത്തുവന്ന ഈ നീക്കം അറബ് ലോകത്ത് പുതിയൊരു പ്രതിരോധ സഖ്യത്തിനും തുടക്കമിടുകയാണ്. UAEയിലെ US സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ മിസൈൽ ആക്രമണ സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ അടിയന്തര നീക്കം നടത്തിയിരിക്കുന്നത്. ഭീഷണി നേരിടാൻ സഖ്യകക്ഷികളോട് UAE സഹായം തേടിയിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം അയൺ ഡോം ബാറ്ററികൾക്കൊപ്പം അത് പ്രവർത്തിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള ഇസ്രായേൽ സൈനികരും ഇപ്പോൾ UAEയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് പല രാജ്യങ്ങളും അവരുടേതായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പല ആയുധങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിപ്പിക്കാൻ ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള സൈനികർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു സംവിധാനം, ഇപ്പോൾ ഒരു പ്രതിരോധ സംവിധാനം മറ്റൊരു രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രം പോരാ. ആ ഒരു രാജ്യത്ത് ഒരു പക്ഷെ അവിടെയുള്ള സൈനികർക്ക് ഒന്നെങ്കിൽ ഇതിൽ പരിശീലനം നടത്തണം. അത് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നീങ്ങാം. പക്ഷേ ഇപ്പോൾ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ UAEയിലുള്ള അവരുടെ സൈനികർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത് അതിനുള്ള ഒരു സമയം ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ അയൺ ഡോം പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള സൈനികരെ കൂടി ഇപ്പോൾ UAEയിൽ എത്തിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇസ്രായേലിന് പുറത്തും ഇത്തരത്തിൽ അയൺ ഡോം വിന്യസിക്കുന്നതും അതിനുള്ള സൈനികരെ വിന്യസിക്കുന്നതും ചെയ്യുന്നത്. സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിലാണ് UAEയിൽ അയൺ ഡോം വിന്യസിച്ചതെന്നാണ് ആക്സിയോസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ മറ്റൊരു രാജ്യത്തേക്ക് അയൺ ഡോം ബാറ്ററികൾ വിന്യസിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ലോകരാജ്യങ്ങളും ഇതിനേറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇതോടെ USനും ഇസ്രായേലും പുറത്ത് അയൺ ഡോം സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി ഇപ്പോൾ UAE മാറിയിരിക്കുന്നു. പൊതുവിൽ അയൺ ഡോം എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വിവിധ പാളികളായാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പുറം പാളി ആരോ സംവിധാനമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് ആരോ 2, ആരോ 3. അടുത്ത പാളിയാണ് ഡേവിഡ് സ്ലിംഗ്. 100 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ ദൂരെ നിന്നും വിക്ഷേപിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ സംവിധാനം. ഏറ്റവും പുറം പാളിയാണ് ഷോർട്ട് റേഞ്ച് അയൺ ഡോം. ചെറുതും വേഗത കുറഞ്ഞതും മിസൈലുകളെയാണ് ഇവ തകർക്കുന്നത്.
4 മുതൽ 7 കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ളവയാണ് അയൺ ഡോം തകർക്കുന്നത്. രാജ്യത്തേക്ക് എത്തുന്ന റോക്കറ്റുകളെ റഡാറുകൾ ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് അയൺ ഡോം. അയൺ ഡോമിന്റെ ഓരോ ബാറ്ററിയിലും 3-4 ലോഞ്ചറുകൾ, 20 മിസൈലുകൾ, ഒരു റഡാർ എന്നിവയുമുണ്ട്. അയൺ ഡോമിന്റെ പരിധിക്കുള്ളിൽ റോക്കറ്റിനെ തിരിച്ചറിഞ്ഞ് സഞ്ചാരപാത കൺട്രോൾ സെന്ററിലേക്ക് അയക്കും. റോക്കറ്റ് ഇസ്രായേലിനെ ഭീഷണിയാണോ എന്ന് കൺട്രോൾ സെന്റർ വിലയിരുത്തി പ്രതിരോധിക്കാനുള്ള മിസൈൽ വിക്ഷേപിക്കും. പശ്ചിമേഷ്യയിലെ പ്രതിരോധ ബന്ധങ്ങളിലെ ഒരു പ്രധാന മാറ്റം എടുത്തു കാണിച്ചുകൊണ്ടുകൂടിയാണ് ജൂതരാഷ്ട്രം തങ്ങളുടെ സിഗ്നേച്ചർ മിസൈൽ കവചമായ അയൺ ഡോം വിദേശത്തേക്ക് അയച്ച ആദ്യ സംഭവമായിരുന്നു ഈ ഒരു വിന്യാസം. സാധാരണ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായി വളരെ സെൻസിറ്റീവ് ആകുമായിരുന്ന ഈ ഒരു നീക്കം എന്നാൽ യുദ്ധം ശക്തി പ്രാപിച്ചതോടെ ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ മാറി. ഭീഷണിയുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ രാജ്യത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ആരെയും ഇപ്പോൾ പോസിറ്റീവ് വെളിച്ചത്തിൽ കാണുമെന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചും ഇറാന്റെ കരുത്തെന്ന് പറയുന്നത് വലിയ മിസൈൽ ശേഖരം തന്നെയാണ്. ഇപ്പോഴും വളരെ ദൂരപരിധിയുള്ള പല മിസൈൽ ശേഖരങ്ങളും ഇപ്പോഴും ഇറാൻ പുറത്തെടുത്തിട്ടില്ല. ഇറാൻ ഒരു മിസൈൽ ശേഖരം ഭൂമിക്കടിയിൽ ഉണ്ട് എന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അറബ് രാജ്യങ്ങളിൽ ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. അതായത് UAE ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം. ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമായി എടുത്താൽ തന്നെ അതിനൊന്നും തന്നെ ഇപ്പോൾ നേരമില്ല. തങ്ങളെ രക്ഷിക്കാൻ വരുന്ന അല്ലെങ്കിൽ തങ്ങളെ സഹായിക്കാൻ വരുന്ന ഏതൊരു സംവിധാനവും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെയും ഇപ്പോൾ വളരെ പോസിറ്റീവായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ നടപടികളുടെ ഫലമായി മേഖലയിലെ ഇസ്രായേലിന്റെ സ്വാധീനം വർദ്ധിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഒരു പുതിയ യുദ്ധം ആരംഭിക്കുമോ എന്ന ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മറ്റൊന്നുമല്ല, തുർക്കിയും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. ഇരു രാജ്യങ്ങളും ആഫ്രിക്കയിൽ നടത്തുന്ന നീക്കം ആശങ്കയുണ്ടാക്കുന്നതാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ആഭ്യന്തര യുദ്ധത്തിൽ ഉഴലുമ്പോഴാണ് പുതിയ നീക്കം. പാലസ്തീൻ, സിറിയ, ലെബനൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൊമാലിയയിൽ നടത്തുന്ന നീക്കം അറബ് രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന ഭൂപ്രദേശമാണ് സൊമാലിലാൻഡ്. സൊമാലിയോടൊപ്പം ഇനി തങ്ങളില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഈ നീക്കത്തിന് ഇസ്രായേൽ പിന്തുണ നൽകുകയും ചെയ്യുന്നു. സൊമാലിലാൻഡിന്റെ രാജ്യമായി ഇസ്രായേൽ അടുത്തിടെ അംഗീകരിച്ചിരുന്നു. ലോകത്ത് സൊമാലിലാൻഡിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമാണ് ഇസ്രായേൽ. ഇത് സൊമാലിയെ നശിപ്പിക്കാനാണെന്ന് സൗദിയും ഖത്തറും ഈജിപ്തും തുർക്കിയും എല്ലാം പറയുന്നു. എന്നാൽ തങ്ങളുടെ നീക്കമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. തുർക്കി സൊമാലിക്കൊപ്പവും ഇസ്രായേൽ സൊമാലിലാൻഡിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സൊമാലിയയിൽ വലിയ പദ്ധതിയാണ് തുർക്കിക്കുള്ളത്. ഇവിടെ ബഹിരാകാശ ദൗത്യത്തിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തുർക്കി പദ്ധതിയിടുന്നുണ്ട്. കൂടാതെ സൈനിക കേന്ദ്രവും മറ്റു വികസന പദ്ധതികളും തുർക്കി ആസൂത്രണം ചെയ്യുന്നു. സൊമാലിയൻ സർക്കാരുമായി ഇക്കാര്യങ്ങളിൽ കരാറുണ്ടാക്കുകയും ചെയ്തു. സൊമാലിയയിൽ 30 ബില്യൺ ക്രൂഡ് ഓയിലും 6 ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകവും ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ അളവ് കണ്ടെത്താൻ തുർക്കി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി. ഈ എണ്ണയും വാതകവും തുർക്കിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഒപ്പം സൈനിക ലക്ഷ്യവും തുർക്കിക്കുണ്ട്.